ഇന്നിപ്പോൾ എങ്ങനെ കുറച്ചുകൂടെ സ്പീഡായിട്ട് തോന്നുന്നുണ്ടോ? സ്പീഡായിട്ട് ഇപ്പോൾ ഒരു 15 മിനിറ്റായിട്ട് തുടങ്ങിയിട്ടുള്ളൂ. കാരണം ഇവർക്ക് ഇതുവരെ കളക്ടർ അടുത്ത് നിന്ന് ഒരു അനുമതി കിട്ടിയിട്ടില്ലെന്നല്ല പറഞ്ഞത്. അപ്പം ഇവിടുത്തെ നമ്മുടെ കാസർഗോഡ് നിന്നുള്ള MVD ഉദ്യോഗസ്ഥർ കളക്ടർ വിളിക്കുകയും അതിനെ തുടർന്ന് ആണ് ഫോണിൽ അപ്രൂവ് കൊടുക്കുകയും ചെയ്തതിന് ഫലമായിട്ടാണ് ഇപ്പം ഇത് കൊടുത്തിരിക്കുന്നത്. അതിന് പക്ഷേ ഈ ഭാഗത്ത് കുറച്ചും കൂടി അധികം മണ്ണുണ്ടായിരുന്നോ? കുറച്ച് നീക്കിയിട്ടുണ്ടോ? ഇവിടുത്തെ മണ്ണെല്ലാം ഇപ്പോൾ എടുത്ത് തുടങ്ങി. ഇപ്പോൾ സസ്പെക്ട് ചെയ്ത ഏരിയ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ മാർക്ക് ചെയ്ത ഏരിയ അല്ലേ, ആ മാർക്ക് ചെയ്ത ഏരിയയാണ് സസ്പെക്ട് ഏരിയ. അപ്പോൾ അവിടേക്ക് ഒരു ഹിറ്റാച്ച് എടുത്ത് മണ്ണെടുത്ത് തൊട്ടപ്പുറത്തെല്ലാം മണ്ണെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആർമി വരുന്ന കാര്യത്തിൽ വെച്ച് എന്തെങ്കിലും കേട്ടോ? ഇപ്പോൾ 9:30-10 മണിയാകുമ്പോൾ എത്തുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. വേറെ ഒന്നും എനിക്കറിയാൻ പറ്റിയിട്ടില്ല. രഞ്ജിത്ത് ഉൾപ്പെടെയുള്ളവർ അവിടെയുണ്ടോ? രഞ്ജിത്തുണ്ട്, രഞ്ജിത്തും സംഘവും 2 പേരുണ്ട് അവിടെ. ഇതിപ്പോൾ കുറച്ചും കൂടെ ഒരു ഊർജ്ജസ്വലമായിട്ട് രക്ഷാപ്രവർത്തനം പോകുന്നുണ്ടെന്ന് നമുക്ക് തോന്നുന്നു അല്ലേ? ഇപ്പോൾ തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ വരുമ്പോൾ ഈ ഭാഗത്ത് മുഴുവൻ ഡെബ്രീസ് ആയിരുന്നു. അതെ അതെ അതെ, അതൊക്കെ നീക്കം ചെയ്ത് ആ ഭാഗത്തേക്ക് കൂടുതൽ പോയിട്ടുണ്ട്. അതെ അതെ അതെ, ഓക്കെ. ഏതായാലും ആ ദൃശ്യങ്ങൾ കാണുന്ന അപ്പോൾ വെച്ചിരിക്കുന്ന ഒരു ഭാഗം അത് കാണാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു. ആ ഭാഗത്താണ് ഇന്നലെ ശക്തമായിട്ടുള്ള സിഗ്നലുകൾ കിട്ടിയത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. 1, 2, 3, 4, 5, 6 പ്രൊക്ലൈനുകൾ അല്ലെങ്കിൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ ഈ തിരച്ചിൽ നടക്കുന്നത്. ഇന്നലെ ഞങ്ങൾ വരുമ്പോൾ ഈ ഭാഗങ്ങളിൽ കാര്യമായിട്ട് തന്നെ മണ്ണ് അടിഞ്ഞ് കിടക്കുകയായിരുന്നു. ഈ ഭാഗത്തേക്ക് ഒന്നും ഈ പ്രവേശനം അല്ലെങ്കിൽ കൃത്യമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്ന് ഈ ഭാഗത്തു നിന്നുള്ള റോഡിൻ്റെ ഈ വരിയിലെ മണ്ണ് പൂർണ്ണമായും ഇന്ന് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തേക്കാൾ കൂടുതൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ് അത്. ഈ കാണുന്നതാണ് ഗംഗാവലി പുഴ. ഇന്നലെ തന്നെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണിച്ചിരുന്നു. ഈ ഗംഗാവലി പുഴയിലേക്കാണ് മുകളിൽ നിന്ന് ഈ കുന്ന് മുഴുവൻ ഇടിഞ്ഞ് താഴേക്ക് വീണത്. ഏതായാലും വലിയ തോതിൽ രക്ഷാപ്രവർത്തനം ഇപ്പോൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും ഇപ്പോൾ ഈ കുടുംബവും അല്പസമയം ജിതിനാണ് സംസാരിച്ചത്. ജിതിൻ പറയുന്നതനുസരിച്ച് ഇന്ന് കാര്യങ്ങൾ കുറച്ചുകൂടി സ്മൂത്തായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യങ്ങൾ കുറച്ചുകൂടി വേഗത്തിൽ പോകുന്നുണ്ടെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കും ഇവിടെ വന്ന് കാണുമ്പോൾ നമുക്കും തോന്നുന്ന ഒരു കാര്യം അത് തന്നെയാണ്. അതായത് ഇന്നലത്തെ അവസ്ഥയല്ല ഇന്നലെ കാര്യമായിട്ട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അല്പസമയം വൈകിയാൽ പോലും 7 മണിക്ക് ശേഷം ഈ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ദ്രുതഗതിയിൽ തന്നെ ഈ നമുക്ക് സിഗ്നൽ കിട്ടിയ ആ പ്രദേശത്ത് ദ്രുതഗതിയിൽ തന്നെ മണ്ണ് മാറ്റുന്ന നടപടികളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്നൊരു പ്രതീക്ഷയുടെ കണികയുണ്ട്. ഏതായാലും 9 മണി കഴിഞ്ഞാൽ ആർമി എത്തും എന്നുള്ള ഒരു വിവരമാണ് ലഭിക്കുന്നത്. ആ ദൃശ്യങ്ങൾ നോക്കൂ, എത്രത്തോളം ഭീകരമാണ് ആ ദൃശ്യങ്ങൾ എന്ന്, ആ മല ഇടിഞ്ഞു വന്ന ദൃശ്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഈ ഭാഗം ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ഭാഗത്താണ് ഈ കാര്യമായി മണ്ണ് വെട്ടിയെടുത്ത് ദേശീയപാത നിർമ്മാണത്തിന് ഉപയോഗിച്ചത്. അതിന് തൊട്ടപ്പുറത്താണ് ഈ മണ്ണ് ഇടിഞ്ഞ് വീണിരിക്കുന്നത്. അതായത് അശാസ്ത്രീയമായിട്ടുള്ള മണ്ണെടുപ്പ് തന്നെയാണ് ഈ കുന്ന് ഇടിയാൻ കാരണമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് തെളിയിക്കുന്നതാണ് ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ. ഏതായാലും ഈ കുന്ന് ചെത്തിയെടുത്തപ്പോൾ അതിന് കൃത്യമായിട്ട് മണ്ണിടിയാതിരിക്കാനുള്ള ഒരു നടപടികളും ചെയ്തിട്ടില്ല എന്ന് തന്നെ വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇപ്പോൾ ഇവിടെ നിന്ന് എടുത്ത മണ്ണുമായി ലോറികളൊക്കെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ആ ദൃശ്യങ്ങൾ ഇപ്പോൾ ഇന്ന് MLA ഇടപെട്ടാണ് ഇപ്പോൾ വീണ്ടും നമുക്ക് ഇതിനകത്തേക്ക് കയറാനുള്ള ഒരു അവസരം കിട്ടിയത്. ഏതായാലും ഇന്നത്തോട് കൂടി ഈ നിർമ്മാണം കാര്യമായി തന്നെ മുന്നോട്ട് പോകും എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഏതായാലും കാര്യമായി തന്നെ ഈ രക്ഷാപ്രവർത്തന നടപടികൾ മുന്നോട്ട് പോകുന്നു. അപ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്ന ഒരു പ്രധാന പ്രശ്നമുണ്ട്. അതായത് ഈ മലമുകളിൽ നിന്ന് അല്ലെങ്കിൽ ഇടിഞ്ഞ ഭാഗത്ത് നിന്ന് ചെറു അരുവികളായി വെള്ളം ഇങ്ങനെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കൂടുതൽ മണ്ണിടിച്ചിലുള്ള സാധ്യത കൂടുതൽ ഉണ്ടാക്കും. ആ ഒരു പ്രശ്നം ഏതായാലും രക്ഷാപ്രവർത്തകർ നേരിടുന്നുണ്ട്. ഈ പ്രദേശത്താകെ ചെളി കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതിനൊക്കെ ഇടയിൽ നിന്നാണ് 60ഉം 70ഉം ആളുകൾ ചേർന്ന് ഇങ്ങനെ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ 6 ദിവസമായി ഇവർ ഈ നടപടികളുമൊക്കെയായിട്ട് മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ 3 ദിവസമായി ഇതിന് കൂടുതൽ വേഗം വെച്ചിട്ടുണ്ട്. ഏതായാലും വലിയ തോതിൽ രക്ഷാപ്രവർത്തനം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. ഇന്ന് ഈ സിഗ്നൽ കിട്ടിയ ഭാഗത്ത് നിന്ന് ഇന്ന് കൃത്യമായി തന്നെ ഒരു
നമുക്കൊരു ലിങ്ക് കിട്ടും, അല്ലെങ്കിൽ ലോറി എവിടെയുണ്ട് എന്ന് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ രക്ഷാപ്രവർത്തന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന രഞ്ജിത്ത് ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ട്. ഏതായാലും അദ്ദേഹത്തിൻ്റെയൊക്കെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ നടപടികളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഏതായാലും വൈകാതെ തന്നെ നമുക്ക് ലോറി ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് പൊതുവിൽ ഏവരും പങ്കുവെക്കുന്നത്. ഇപ്പോൾ ജിതിൻ ഉൾപ്പെടെയുള്ളവരും പറഞ്ഞ ഒരു കാര്യം അത് തന്നെയാണ്. ഇന്ന് രക്ഷാപ്രവർത്തനത്തിന് വേഗം വെച്ചിട്ടുണ്ട് എന്നാണ് ജിതിനും പറയുന്നത്. ഏതായാലും വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിച്ച്, കൂടുതൽ ടിപ്പർ ലോറികളൊക്കെ എത്തിച്ച് വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് പുരോഗമിക്കുന്നുണ്ട്. ഗംഗാവലി പുഴയിൽ ഇപ്പോഴും കുത്തൊഴുക്ക് ശക്തമാണ്. നോക്കൂ, ദൃശ്യങ്ങൾ തന്നെ നമുക്കത് കാണാം. വലിയ തോതിൽ കുത്തിമറിഞ്ഞ് ഒഴുകുക തന്നെയാണ് പുഴ. ഏതായാലും ഇത്രയും പ്രതികൂല സാഹചര്യങ്ങളെ നേരിട്ടുകൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തകർ 10-70 വരുന്ന NDRFിൻ്റെയും അഗ്നിശമന സേനയുടെയും പോലീസിൻ്റെയും ഒക്കെ സംഘങ്ങൾ ഇപ്പോൾ ഇവിടെ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ഏതായാലും ഈ ദൃശ്യങ്ങൾ തന്നെ ഈ ദുരന്തത്തിൻ്റെ ഒരു വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് ദേശീയപാത. ദൂരെ കാണുന്നതാണ് ഗംഗാവലി പുഴയ്ക്ക് കുറുകെയുള്ള പാലം. ആ പാലം കടന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് വരുമ്പോൾ മുതൽ തന്നെ ഏതാണ്ട് കുന്നിൻ്റെ ഭാഗം ഇടിഞ്ഞിട്ടുണ്ട്. കഷ്ടിച്ച് 1 കിലോമീറ്ററോളം ദൂരത്തിൽ ഇങ്ങനെ ഈ കുന്ന് ഇടിഞ്ഞ് വീണിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ഇതിൻ്റെ ഒരു ഭീകരത മനസ്സിലാവും. ഏതായാലും ഇന്നലെ ഈ സൂറത്കൽ NITയിൽ നിന്ന് കൊണ്ടുവന്ന റഡാറിൽ നിന്ന് കൃത്യമായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ആത്മവിശ്വാസം പകരുന്ന തരത്തിലുള്ള സിഗ്നലുകൾ ലഭിച്ചിരുന്നു എന്നുള്ളതാണ് ഇന്നലെ ഈ നെയിലും, അതായത് സൂറത്കൽ NITയിൽ നിന്ന് വന്ന നെയിലും അതുപോലെ തന്നെ രഞ്ജിത്തുമൊക്കെ പറയുന്നത്. ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഏതായാലും സ്ഥലം MLA ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. MLAയുടെ നേതൃത്വത്തിൽ ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഫിഷറീസ് മന്ത്രി മംഗൾ വൈദ്യ ഇവിടേക്ക് എത്തിച്ചേരും. അതുകൂടാതെ അത് കഴിഞ്ഞാൽ അതിനുശേഷം മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇവിടേക്ക് എത്തുകയും ചെയ്യും. ഏതായാലും ഇന്ന് രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ തന്നെ പുരോഗമിക്കുന്നു. ഇന്ന് വൈകാതെ തന്നെ ഇന്ന് ഈ ലോറി കണ്ടെത്താനാകും. ഇപ്പോൾ ആ പ്രദേശം കേന്ദ്രീകരിച്ച് തന്നെയാണ് തിരച്ചിലൊക്കെ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഏതായാലും ഇന്നലെ കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി ഉൾപ്പെടെയൊക്കെ ഇവിടേക്ക് വന്നിരുന്നു. നിലവിൽ ഏതായാലും ഈ റഡാർ വെച്ചുള്ള പരിശോധനയ്ക്കാണ് ഏറ്റവും പ്രാമുഖ്യം നൽകുന്നത്. ഇപ്പോൾ അവിടെ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്ത് റഡാർ പരിശോധിക്കുന്നില്ല. ആദ്യം ചെയ്യുന്നത് അവിടെ നിന്നുള്ള മണ്ണ് അല്പം നീക്കി ഒരു സമതല പ്രദേശം ഉണ്ടാക്കി വീണ്ടും അവിടെ റഡാർ ഇറക്കി പരിശോധിക്കുമ്പോൾ നമുക്ക് അവിടെ എന്തെങ്കിലും സാന്നിധ്യമുണ്ടെങ്കിൽ, ആ സിഗ്നൽ കിട്ടിയ ഭാഗത്ത് എന്തെങ്കിലും ഒരു സാന്നിധ്യമുണ്ടോ എന്നുള്ള ഒരു കാര്യമാണ് നോക്കുന്നത്. ഏതായാലും ഇന്നത്തെ അവസ്ഥയിൽ ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് നേരിട്ട് കാണുമ്പോൾ പറയാനുള്ളത്. ഏതായാലും വലിയ തോതിലുള്ള ഒരു രക്ഷാപ്രവർത്തനം ഇന്ന് ഇവിടെ കേന്ദ്രീകരിച്ച് ഈ ഷിരൂരിലെ ഈ ഉരുൾപൊട്ടൽ നടന്ന സ്ഥലം കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഏതായാലും പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. SDRFിൻ്റെ സംഘം, അതായത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ടീമിൻ്റെ ഫോഴ്സിൻ്റെ സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. NDRF ഉണ്ട്. അതുപോലെ തന്നെ കേരള പോലീസിൽ നിന്ന്, കേരള സർക്കാരിൻ്റെ കാര്യങ്ങളെ ഏകോപിപ്പിക്കാൻ കേരള പോലീസിൽ നിന്ന് കാസർഗോഡ് നിന്നുള്ള സംഘങ്ങളൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ദ്രുതഗതിയിൽ പോകുന്നു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ NDRFിൻ്റെ ആളുകൾ, സൈന്യം അവിടെ പരിശോധനകൾ നടത്തുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ SDRFുകാരുണ്ട്. നീല യൂണിഫോം ഇട്ടത് SDRF ആണ്. കാവി യൂണിഫോം ഇട്ടത് NDRF പ്രവർത്തകരാണ്. അഗ്നിശമന സേനാ പ്രവർത്തകരുണ്ട് അതിന് തൊട്ടപ്പുറത്ത്. ഏതായാലും വലിയ തോതിൽ ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നോക്കൂ, ഇന്നലെ ഈ പോൾ മാർക്ക് ചെയ്ത ആ ഭാഗത്ത് കാര്യമായിട്ട് തന്നെ മണ്ണും പാറക്കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ഒരു അവസ്ഥ നോക്കിയാൽ ഇന്ന് അവിടെ നിന്ന് പരമാവധി മണ്ണ് അവിടെ നിന്ന് മാറ്റാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഏതാണ്ട് ഒരു 2 ആൾ പൊക്കത്തിലുള്ള മണ്ണ് മാറ്റിയാൽ ഒരുപക്ഷെ ആ പ്രദേശം ക്ലിയർ ആവും. അതിനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്.